എങ്ങനെ അവിടേക്ക് എത്തി ഇത്ര ഇമോഷണൽ ആയ ആള്? അവനോട് താൻ എന്തിനാണോ എന്നൊക്കെ മൈൻഡ് ചെയ്യണേ, മറ്റേ സൂര്യകിരീടം വീണുടയുന്നൊക്കെ പറയില്ലേ. ഇറ്റ് വാസ് നോട്ട് ഈസി. തുടക്കം തൊട്ടേ ആയിരുന്നില്ല. ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് റിലേറ്റ് ചെയ്യാം. എല്ലാത്തിനും ഒരു കഥയുണ്ട്. ഒരു 10 വർഷമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ച് ഞങ്ങളുടെ മുന്നിലുള്ള ആള് മനോഹരമായിട്ട് 2020 ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തത് ഞാൻ കണ്ടു. എന്നാണ് ഞങ്ങള് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗ്രേസ് ആന്റണി എന്ന് കാണാൻ പോകുന്നത്. കുറെ സമയമെടുത്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്താണ് മനുഷ്യ ഇതിലേക്ക് എത്തുന്നത്. ഇപ്പൊ കാണിക്കല്ലേ, എല്ലാ ക്യാരക്ടേഴ്സും ബുദ്ധിമുട്ടി തന്നെയാണ്, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെയാണ് ചെയ്തത്. ഏറ്റവും സന്തോഷം തന്ന ക്യാരക്ടർ ഏതാ? എനിക്ക് ഇപ്പോഴും ഇത് ഞാനാണോ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും ഇല്ല. കാരണം റാം സാർ അത്രയും ഫ്രീഡം തരുന്ന ഒരു സംവിധായകനാണ്. അയ്യോ, എഴുതിക്കോ, സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഒരു ഡയറക്ടർ നമ്മളോട് എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ. എല്ലാ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. കാരണം നമുക്ക് മിസ്റ്റേക്സ് മനസ്സിലാവാൻ പറ്റുന്നില്ല. കാരണം മലയാളമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ. ട്യൂണൊക്കെ വെച്ചാൽ ഞാൻ പിടിച്ച് പറഞ്ഞു നോക്കി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ, വേറൊരാൾക്ക് വേണ്ടി നമ്മൾ ഡബ് ചെയ്യുന്നു. ഇത്രയും ക്രിയേറ്റീവ് ആണോ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഇത്രയും സന്തോഷം കണ്ടെത്തി. എനിക്ക് ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. യു ഹാവ് ടു സേ ദാറ്റ് ഫോർ മീ ആസ് വെൽ ആസ് ലോട്ട് ഓഫ് വിമൻ വർ വാച്ചിങ് ദിസ്. ഞാൻ ലോകത്തുള്ള എല്ലാ ഡയറ്റും ചെയ്ത് നോക്കി പരാജയപ്പെട്ട ഒരാളാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റണം. ഈ ഗ്രേസ് പറഞ്ഞു വളരെ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു, ക്രിറ്റിസിസംസ് എടുക്കുന്ന രീതിയെ പറ്റി പറഞ്ഞു. പക്ഷെ സാധാരണ ഒരു ക്രിറ്റിസിസം ഒരാൾ പറയുകയാണെങ്കിൽ എനിക്കിതൊന്നും പ്രശ്നമില്ല എന്ന് ഇവൻ പറഞ്ഞാലും എവിടെയോ ഇവനൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഇവൻ അത് മറച്ചു വെച്ചിട്ട് ഇവൻ കവറപ്പ് ചെയ്യാന്ന്. പക്ഷെ ഗ്രേസ് പലപ്പോഴും ക്രിറ്റിസിസംസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കത് എന്നെ ബോധർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അത് ശരിക്കും ഈ കുട്ടിയെ അത് ബോധർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വൈബ്. എന്ന് നിങ്ങൾ തലൂത്തി പറഞ്ഞു അവക്കത് പ്രശ്നമില്ല എന്നാ തോന്നുന്നു. ചേച്ചിയോട് ഇന്നലെ പറഞ്ഞ ചേച്ചി ഇന്നലെ എന്നോട് എന്തൊരു സങ്കടം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞോട് താൻ എന്തിനാണോ അതൊക്കെ മൈൻഡ് ചെയ്യണേ, അവരങ്ങനെ പറയട്ടെ, താനത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് എനിക്കതൊരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡാ. എങ്ങനെ അവിടേക്ക് എത്തി ഇത്ര ഇമോഷണൽ ആയ ആള്? ചില സാഹചര്യങ്ങള് നമ്മൾ അങ്ങനെ ആ ഒരു തൊലിക്കെട്ടിലേക്ക് എത്തിക്കും. അതായത് പറയാൻ പറ്റിയ ഏതെങ്കിലും സാഹചര്യം? ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസർ ആയിരുന്നു. ഞാൻ എന്നത് കട്ട് ചെയ്തോ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സമാധാനമാണ്. ഒരു മൊമെന്റ് ആയിരുന്നു അതോ? അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ. അതായത് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല മറ്റുള്ളവർ നമ്മളെപ്പറ്റി വിചാരിക്കുന്നത്, നമ്മളെപ്പറ്റി പറയുന്നത്, അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ചെവിയിൽ കേൾക്കുകയും നമ്മുടെ മുന്നിൽ കാണുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഇമേജ്, നമ്മൾ മറ്റേ സൂര്യകിരീടം വീണുടയുന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ ഈ ഒരു വ്യക്തിയെ ഇവര് ഭയങ്കര നല്ല മനുഷ്യരാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അങ്ങനെയല്ല എന്ന് നമ്മൾ നമ്മുടെ കണ്ണിൽ കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ സൂര്യകിരീടമൊക്കെ പതിയെ നമുക്ക് വീണുടയും. അപ്പോൾ പിന്നെ നമ്മൾ അവരെ കാണുമ്പോൾ ഒരിക്കലും അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യരുത്. നമ്മൾ ചിരിച്ച് സുഖമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ച്, പക്ഷെ ഒരു പാമ്പ് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷം നമുക്ക് കിട്ടും. വീണ്ടും ആ പാമ്പിനെ പോയിട്ട് നീ എന്തിനാ എന്നെ കടിച്ച, എന്തിനാണ് നിന്നെ കടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പാമ്പിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പാമ്പ് നമ്മളെ കടിച്ചു, അതിന് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് പാമ്പിന്റെ അടുത്ത് നമ്മൾ പോരുത്, പോയാൽ കടി കിട്ടും. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് മനുഷ്യരിലും. ഞാൻ സിനിമ പോലത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ കുറച്ച് നാളെങ്കിലും അവിടെ ഇടപഴകിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് മേഖലകളിൽ നിന്ന്, ഞാൻ അങ്ങനെ പറയുന്നില്ല, ഒരുപാട് മേഖലയിൽ നിന്ന് പല ക്യാരക്ടറുള്ള ആളുകളാണ് എല്ലായിടത്തും ഉണ്ട്. നമ്മളൊരു ഓഫീസിൽ എവിടെ ചെന്നാലും ഉണ്ട്. സിനിമയിൽ അത് ഭയങ്കര കൂടുതലുമായിരിക്കും. പിന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ നമുക്ക് നിൽക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇത്ര ചെറിയൊരു പ്രായത്തിൽ വെൻ യു സേ യു ഹാവ് ഫൗണ്ട് ദാറ്റ് ബാലൻസ്, ഹൗ ഈസി ഇറ്റ് ഈസ് ടു ഈ ഒരു ഫീൽഡിൽ അങ്ങനെ പോവാനായിട്ട്? ഇറ്റ് വാസ് നോട്ട് ഈസി. തുടക്കം തൊട്ടേ ആയിരുന്നില്ല. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ നേച്ചറിൻ്റെ ആയിരിക്കാം, ചെറുപ്പം തൊട്ടേ എനിക്ക് എൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കാര്യങ്ങൾ. അതായത് എനിക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയില്ല പിന്നെ ആരിറങ്ങാനാ എന്നുള്ളൊരു സംഭവം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അതെൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എൻ്റെ അമ്മ എന്നെ വളർത്തിയ ഒരു ഇതും കൊണ്ടായിരിക്കാം. അമ്മ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ഇറങ്ങണം, നമ്മുടെ കാര്യം നമ്മൾ തന്നെ സംസാരിക്കണം, നിനക്ക് വേണ്ടി നീ സംസാരിക്കാണ്ട് വേറെ ആരും സംസാരിക്കില്ല. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷുഗർ കോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അമ്മയ്ക്കില്ല. അത്രയും ഞാനല്ലെങ്കിലും എനിക്ക് കുറേ സാഹചര്യങ്ങളിലൊന്നും ഇപ്പോൾ ചേച്ചി ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കത് നന്നായിരുന്നു കേട്ടോ എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒന്നിലും ഞാൻ പറയാതെ പോകും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. അല്ലാതെ എനിക്ക് ഷുഗർ കോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സൗഹൃദങ്ങളെ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്.
അധികം ഫ്രണ്ട്സ് ഇല്ല. ഫ്രണ്ട്സ് ഇല്ല. ഇങ്ങോട്ട് വിളിക്കുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അത് അവരുടെ നല്ല ക്യാരക്ടർ കൊണ്ട് തന്നെ ഒരുപാട് സാമ്യത കേട്ടോ നമ്മൾ തമ്മിൽ. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണ്. എൻ്റെ സോഷ്യൽ സർക്കിൾ ഭയങ്കര കുറവാണ്. പക്ഷെ അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല. എനിക്ക് സമാധാനമുണ്ട്, സന്തോഷമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ നോ പറഞ്ഞാലും അത് അതിന്റെ റൈറ്റ് സെൻസിൽ മനസ്സിലാക്കുന്ന നല്ല സുഹൃത്തുക്കളാണ് കൂടെ. ഇപ്പൊ സിനിമയിലാണെങ്കിലും നമ്മൾ നോ പറയേണ്ട ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, ഒത്തിരി ആൾക്ക്. പക്ഷെ അവരോടൊന്നും നമ്മൾ അവരെ ഒന്നും ഹേർട്ട് ചെയ്തിട്ടായിരിക്കില്ല നമ്മള്. എനിക്കിപ്പോ അത് പറയാൻ ഞാൻ പഠിച്ചു. ഓരോ സാഹചര്യത്തിലൂടെയും ഞാൻ അത് പറയാൻ പഠിച്ചു. എനിക്ക് ആരെയും ഹേർട്ട് ചെയ്ത്, കാരണം ഞാൻ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ആ ടോൺ ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നല്ലോ എന്ന് എനിക്ക് പിന്നെ തോന്നും. പെട്ടെന്ന് ദേഷ്യം വരുമോ? പെട്ടെന്ന് ദേഷ്യം വരില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സങ്കടവും വരും. അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. റിലേറ്റ് ചെയ്യാം. അത് ഈവൻ മാരേജ് ആയാലും ഇപ്പോൾ കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. പറഞ്ഞ പോലെ ഫ്രണ്ട് സർക്കിൾ കുറവായിരിക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറവായിരിക്കും. എപ്പോഴും എന്നോട് പറയും, എടോ താനൊരു പബ്ലിക് ഫിഗർ ആണ്, താൻ കുറച്ചും കൂടെ ആൾക്കാരുമായിട്ട് സോഷ്യൽ. അപ്പൊ ഞാൻ താനോ ഇത് വിശാലും പറയുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടെ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറ്റില്ല എന്ന് പറയും. അതായത് എൻ്റെ ഉള്ളിൽ എന്താണോ എൻ്റെ ഫേസിൽ ഉണ്ടാവും. എനിക്കത് അല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എനിക്ക് നിൽക്കാൻ ഒത്തിരി നേരം പറ്റില്ല. ഇഷ്ടമല്ല എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ആൾക്കാരെ സെൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് ആ ഒരു എസ്പെഷ്യലി എനിക്ക് ഫേക്ക് ആൾക്കാരെ എനിക്കത് ചിരി കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും, ഓ ഇത് ഫേക്ക് ആണ് പരിപാടി. സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഇഷ്ടമാണോ? ഇഷ്ട വിഷയമാണോ? പഠിച്ചിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞില്ല. എനിക്ക് ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒബ്സർവേഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പുസ്തകം പഠിക്കുന്നതിലുപരി നമ്മൾ ചുറ്റും കുറച്ചൊന്ന് പ്രാക്ടിക്കൽ എക്സാമും കൂടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ റീഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ ഫേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സൗഹൃദങ്ങളില്ല. കമ്മിങ് ബാക്ക് ടു നമ്മൾ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ സൈഡ് എനിക്ക് അങ്ങനെ പുഷ് ചെയ്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് 1-2 വീഡിയോസ് കാണിച്ചിട്ട് എനിക്ക് ചോദിക്കണം. ഗ്രേസിന്റെ പേജസ് ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. എല്ലാത്തിലും ഒരു കഥയുണ്ട്, എല്ലാത്തിലും ഒരു ഫ്ലോ ഉണ്ട്. ആൻഡ് ദർ ഇസ് സം ഗുഡ് കോണ്ടന്റ് ഓൾസോ. ചുമ്മാ നാച്ചുറലായിട്ട് അതിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഹൗ ഡസ് ഇറ്റ് കം? അങ്ങനെ കൃത്യമായിട്ട് ഒരു ഫോർമുല വെച്ച് പോകുന്ന ഒരാളല്ലെങ്കിൽ ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ? ഇപ്പം അതിന് മുന്നേ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് ആയിരുന്ന ഒരാളല്ല. ഇപ്പം റീസെൻ്റ്ലിയാണ് ഞാനൊന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഞാൻ കമ്മിറ്റ് ചെയ്ത ഒരു പടം ഒരു 1 മന്ത് അങ്ങോട്ട് പുഷ് ചെയ്തത് കൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടി. ഈ സമയം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്തോ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ എന്താ ഇനി ചെയ്യുക. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിലൊക്കെ എനിക്ക് എന്തോ എന്നാൽ ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നോർത്ത് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഷൂട്ട് ചെയ്ത് ഞാനിങ്ങനെ ചുമ്മാ എബിയെ കാണിച്ചു, സാധനം പബ്ലിഷ് ചെയ്യും, നല്ല രസമായിരിക്കും ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ. വേണ്ട അത് രസം ഉണ്ടാവില്ല, താൻ ചെയ്യുന്നു. ഓർമ്മയില്ല. അത് അങ്ങനെ ഇട്ടതാണ്. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല റെസ്പോൺസ് വന്നു. അപ്പം ഞാൻ ഓർത്തു, വന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന സോഷ്യൽ മീഡിയ ഒന്നും ഉണർത്താം എന്ന് വിചാരിച്ച് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയ ഒരു സമയത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടു ആവാൻ സാധ്യതയുണ്ട്. തിരിച്ച് ഒരു ഹൈബർനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലേ? പക്ഷെ എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യണം എന്നുള്ളത്, സമയം എടുത്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം അതായത് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പം കിട്ടിയപ്പോൾ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് ആർമാദിച്ചു, അത്രേ ഉള്ളൂ. ഒരു 10 വർഷമായിട്ട് സിനിമയിൽ അഭിനയിച്ച് ഞങ്ങളുടെ മുന്നിലുള്ള ആള് മനോഹരമായിട്ട് 2020 ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തത് ഞാൻ കണ്ടു. അത് സ്പെഷ്യലി ഒരു സോഷ്യൽ കോസ് എടുത്ത്, ഞാനിപ്പോൾ എനിക്ക് എൻ്റെ മോള് 8 വയസ്സാണ്, മൂത്ത മോള്. അപ്പോൾ ഞാൻ വിളിച്ചത് അവളെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇത്തിരി കഴിയുമ്പോൾ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിം. എന്നാണ് ഞങ്ങൾ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗ്രേസ് ആന്റണി എന്ന് കാണാൻ പോകുന്നത് ഓൺ സ്ക്രീൻ? എൻ്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കാം, ചിലപ്പോൾ കുറച്ച് വൈകി സംഭവിക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ട് മനസ്സിലുണ്ട്. ചേച്ചി, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയം തൊട്ടേ എഴുത്തുണ്ട് എനിക്ക്. ഞാൻ തിരക്കഥ എഴുതുന്ന ഒരു കൂട്ടത്തിലാണ്. അതെനിക്ക് കുറച്ചും കൂടെ ഒരു റൈറ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കഥാപാത്രങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതി തുടങ്ങിയതാണ്. അതായത് നമ്മളെപ്പോഴും ഒരു നടിയായിട്ടല്ലേ പോയിട്ട് അപ്രോച്ച് ചെയ്യണത്. ഡയറക്ടർ പറയുന്നു, റൈറ്റർ പറയുന്നു, ചെയ്യും. അതല്ലാതെ എഴുതുമ്പോൾ തൊട്ട് നമ്മൾ ആ കഥാപാത്രത്തിന്റെ കൂടെയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അങ്ങനെ എഴുതി അതൊരു ഭയങ്കര
ഇൻട്രസ്റ്റിംഗ് സംഭവമായി ഞാൻ കാണുന്ന ആൾക്കാരെയും സിറ്റുവേഷൻസും ഒക്കെ ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം എഴുതുന്ന ഒരു കൂട്ടത്തിലാണ്, തിരക്കഥ എഴുതുന്ന ഒരു കൂട്ടത്തിലാണ്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇഗ്നോളജിൻ്റെയും. പക്ഷെ അതൊരു പറയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയ പിന്നെ സമയത്ത് വളരെ ഒരു ഹ്യൂമർ ഒന്ന് ചേർത്തിട്ടൊന്നത് പ്രസന്റ് ചെയ്തത്. ഈ സോഷ്യൽ കോസുകളോട് അപ്പോൾ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നു അതോ? എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല. ഇപ്പോൾ ചേച്ചി പറഞ്ഞില്ലേ റീൽസ് ഒക്കെ ആണെങ്കിലും എന്തോ ഒരു കഥയുണ്ടെന്ന്. ഞാൻ അങ്ങനെ ഒരു കഥ വെച്ചല്ല ചെയ്യണത്. അതായത് ഒരു നമുക്ക് കാണുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം ആൾക്കാർക്ക് മനസ്സിലായി റീൽസ് കാണാനായിട്ട് ആ നീസിന്റെ കൂടെയുള്ള മഴയത്തുള്ള റീലൊക്കെ ഉണ്ട്. അതൊക്കെ വെറുതെ അങ്ങനെ എടുത്തു പോയതാണ്. അതായത് അവളുടെ കൂടെ ഉള്ള സംഭവം എടുക്കുകയാണെങ്കിൽ ഒരു സിനിമ ആക്കാന്നുള്ള പോലെ അത്ര ഇൻസിഡൻസ് ഉണ്ട് നമുക്ക്. എനിക്ക് മൊമെന്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും എല്ലാ മെമ്മറീസും എൻ്റെ കയ്യിലുണ്ടാവും. അതിപ്പോൾ നാളെ ഞാൻ ചേച്ചീനെ പരിചയപ്പെട്ട് കഴിഞ്ഞാലും ഒരു വർഷം നമ്മൾ തമ്മിൽ സൗഹൃദം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ ഞാൻ കാണുമ്പോൾ ഉള്ള ചേച്ചിയുടെ എല്ലാ മൊമെന്റ്സും നല്ലതായിട്ട് തോന്നുന്ന എല്ലാ മൊമെന്റ്സും എൻ്റെ കയ്യിലുണ്ടാവും. അതായത് എനിക്ക് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യുക, മെമ്മറീസ് കളക്ട് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ നിമിഷവും നമ്മുടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നാളെ നമുക്കൊന്ന് ഇരുന്ന് കാണാനായിട്ട് ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ എബിയോട് പറയണോ, താൻ അന്ന് ചെയ്ത സംഭവം ഇത് നമ്മളിത് ഇത് കണ്ടുപോകിയെന്ന് പറയും. ഇത് നീ എപ്പോൾ എടുത്തു എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഇവരറിയാത്ത കുറേ സംഭവങ്ങളും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്ക് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യുക, അതിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാനും ആലോചിച്ച് തുടങ്ങി, കൊള്ളാൻ രസമുണ്ട്. ഗ്രേസിനെ ആരാ വീട്ടിൽ ക്യാപ്ചർ ചെയ്യുന്നത്? എൻ്റെ അടുത്ത ചോദ്യം. അത് ഇത് തന്നെ എന്റെയും പ്രശ്നം, വലിയ പ്രശ്നം അത്. ഞാൻ ഇത് പറഞ്ഞ പോലെ വിശാലിന്റെ മോളുടെ കുട്ടികളുടെ ഒക്കെ ഒരുപാട് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറയും ഒരു ഫോട്ടോ പോലെ എന്റെയും കുട്ടികളുടെ മര്യാദക്കില്ല. ഇല്ല. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പോലെ ചിന്തിക്കുന്ന ആൾക്കാര് സെൽഫി ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാം. ഇതിപ്പോ എന്റെ റീൽസ് ഞാൻ തന്നെ എടുത്തു വെക്കുന്നോണ്ട്. അതെ. പക്ഷെ എബി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എടുക്കാനൊക്കെ. അല്ല, അവർക്ക് നമ്മളെ പോലെ ആ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അറിയാതെ അത് എടുത്തങ്ങ് പിടിച്ചു പോകും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ആ യു ഹാവ് ദറ്റ് ഒരു സിനിമാറ്റോഗ്രാഫറുടെ ഒരു വിഷനും കൂടി ഉണ്ട് എല്ലാ ഫ്രെയിമിലും നോക്കുമ്പോൾ. അതുകൊണ്ടും കൂടി ആട്ടോ ഞാൻ ഷോർട്ട് ഫിലിം ആദ്യം കണ്ടിരുന്നില്ല. ഈ റീൽസിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു വിശാലിന്റെ അടുത്ത് എല്ലാ ഫ്രെയിമും പക്ക, പ്രത്യേകിച്ച് ആ റെയിൻ ഫ്രെയിം ഒക്കെ ഞാനിപ്പോൾ ഇത് പ്രേക്ഷകരെ ഞാൻ ആ റീൽ കാണിച്ചു കൊടുക്കും. അത്ര രസമായിട്ടാ ഓരോ ഫ്രെയിമും കാണുന്നത്. ആ ഒരു കണ്ണിലൂടെ ആ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്നു. വെൻ ഡിഡ് യു ഐഡന്റിഫൈ ദാറ്റ്? എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കുക, നല്ല വീഡിയോസ് എടുക്കുക. ആ മൊമെന്റ്സ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ബ്യൂട്ടി എത്രത്തോളം നമ്മൾ കണ്ണി കാണുന്ന ഒരിക്കലും നമുക്ക് ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ കാണുമ്പോൾ ആൾക്കാർക്ക് കണ്ണിന് നല്ലൊരു സൂത്തിങ് ആയിട്ട് തോന്നണം എന്നുള്ള ഒരു സംഭവം എനിക്കുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിനിമാറ്റോഗ്രാഫേഴ്സൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്രെയിമിങ്ങും കുറച്ച് അങ്ങനത്തെ ടെക്നിക്കൽ സൈഡും ഒക്കെ നമുക്ക് അറിയാമല്ലോ. ശ്രദ്ധിക്കാറുണ്ട് അല്ലേ, പഠിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പോൾ അതും നമുക്ക് മേ ബി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതായിരിക്കാം. ഗ്രേസ് ഇപ്പൊ പറഞ്ഞു വരുമ്പോ കേൾക്കുമ്പോ ഞാൻ ഏത് നിമിഷത്തിലാണോ അവിടെ ഞാൻ ഭയങ്കര പ്രസന്റ് ആണ് എന്നാണ് എനിക്ക് കിട്ടുന്നത്, അതിന്റെ വൈബ്. സോ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. ഇങ്ങനെ ചാടി നടക്കും. അപ്പം അന്നേരം എനിക്ക് നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നിലും നമുക്കൊരു എന്താ പറയുക, ഒരു പൂർണ്ണത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് മേ ബി നമ്മൾ മെച്യൂർ ആവണ അനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കമ്പോസ്റ്റ് ആവും. നമ്മൾ കുറെ സമയം എടുത്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്താണ് മനുഷ്യരിലേക്ക് എത്തുന്നത്, ഈ ഒരു കോൺഷ്യസ് ലിവിംഗിലേക്ക്. പക്ഷെ പെട്ടെന്നായിരുന്നോ അതോ? ഇല്ല, ട്രാൻസിഷൻ പതിയായിരുന്നു. എങ്ങനെയായിരുന്നു? എനിക്ക് അങ്ങനെ എങ്ങനെയായിരുന്നു എന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഒരു പ്രോസസ് അങ്ങനെ ഇല്ല അല്ലെ? അങ്ങനെ ഒരു മെഡിറ്റേഷനിലൂടെയോ അങ്ങനെ ഒരു എൻ്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലാണോ നമുക്ക് സന്തോഷം കിട്ടുക, ഏത് കാര്യത്തിലാണോ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവുക, ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിവാവുക, അതിനർത്ഥം അത് മോശമാണെന്നാണ്. നമ്മളിൽ എന്തോ ഒരു നെഗറ്റീവ് അവിടെ ഉണ്ട്. അപ്പം അത് ചെയ്യാതിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. നമ്മളിലും ഉണ്ട് ഡ്രോബാക്സും, നമ്മളിലും ഉണ്ട് നല്ല കാര്യങ്ങളും ഒക്കെ. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. എനിക്ക് വഴക്കിട്ട് കിടന്നുറങ്ങാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഒരാളോട് ബഹളം ഉണ്ടാക്കിയിട്ട് പോയി കിടന്നുറങ്ങാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഒരു ടെൻഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് പോയി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരാളാണ്. ഇപ്പോൾ നാളെ ഇപ്പോൾ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ തലേ ദിവസമേ എനിക്ക് ടെൻഷനായിരിക്കും. ആ ഒരു സാധനം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കതില്ല. അപ്പോൾ നാളെ എന്താണ് നടന്നോട്ടെ, അത് നടന്നോളും. നമ്മൾ എന്തൊക്കെ കിടന്ന് തലകുത്തി പറഞ്ഞാലും നാളെ നടക്കാനുള്ളത് നടക്കും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ഈസിയായി, എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് ഹാപ്പൻ ചെയ്യാൻ തുടങ്ങി.
അപ്പം അതിലൊരു സുഖം കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ ഐസ് കാണാനും ഉണ്ട്, മേ ബി പേഴ്സണാലിറ്റിയിലും കാണാനുണ്ട്, ഗ്രേസ് സംസാരിക്കുമ്പോഴും ഒക്കെ അത് കാണാനുണ്ട്. സ്വയം ഇരുന്ന് വിശകലനം ചെയ്യാറുണ്ടോ? എൻ്റെ ശരി, എൻ്റെ തെറ്റ്, ഞാൻ അവിടെ കറക്റ്റാണോ തെറ്റാണോ? അതിനൊരു സമയം വെച്ചിട്ടാണോ ചെയ്യുന്നത്, അതോ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ വേ? ചില സമയത്ത് ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. അപ്പം ഇടയ്ക്ക് ഉപയോഗിക്കും, ഞാൻ എന്തെങ്കിലും ആലോചിക്കുകയാണോ, എനിക്ക് ആലോചിക്കും, കുറച്ച് സമയം വേണമെന്ന് ബേബി അവിടെ നിന്ന് പോകും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോ മൊമെൻറ്റ്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആയിരിക്കും ആ ഒരു തോട്ട് ഉണ്ടാവുക. എപ്പോഴും ഞാൻ എൻ്റെ മിസ്റ്റേക്സുകളേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡാണ് ഇങ്ങനെ ചെക്ക് ചെയ്യണേ. പണ്ട് നമ്മളല്ല, ഞാൻ എപ്പോഴും എൻ്റെ മിസ്റ്റേക്സ് ആയിരുന്നു എപ്പോഴും ഇങ്ങനെ എന്തോ ഒരു കുറവുണ്ടെന്ന്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു എല്ലാ ടിപ്പിക്കൽ ഒരു മകൾ എന്ന രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല, ഒരു ടിപ്പിക്കൽ ഒരു നടി എന്നുള്ള പറയുന്നത് നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ടിപ്പിക്കൽ ഒരു സൊസൈറ്റിയിൽ ഒരു അപ്പുറത്തെ വീട്ടിലെ കുട്ടി നിൽക്കേണ്ട പോലെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ നിൽക്കണ്ട എന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ലേറ്ററാണ്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ജീവിതം കുറച്ചും കൂടെ ലൈറ്റായി. വേണ്ടുന്ന ആൾക്കാരെ നമ്മുടെ ചുറ്റുമുള്ളൂ, നമ്മൾ കേൾക്കുന്ന ആൾക്കാരും നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെ നല്ലത് മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴും എന്നെ അഫക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്കിപ്പോഴും ഒരു എന്താ പറയുക, ന്യൂസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഏതോ ഒരു കുട്ടിയുടെ എന്തോ ഒരു ഇഷ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ എന്നെ കാണിച്ചു വന്നു, എടോ ഇങ്ങനെ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു. ഞാൻ എന്നെ ഇപ്പോൾ കാണിക്കല്ലേ, എനിക്കിപ്പോൾ അതെനിക്ക് ഹാൻഡിൽ ചെയ്യാം. അത്രയും വലിയൊരു ബ്രൂട്ടൽ ഇൻസിഡൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ആ ഒരു സാഹചര്യം ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റിലല്ല ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ലൈറ്റർ സാഹചര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ കൂടുതലും ഇഷ്ടം. അതുകൂടി ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കണം. ഐ എം എൻജോയിങ് മൈ ലൈഫ്. ഗൈസ് ഭയങ്കര മിനിമലിസം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മനസ്സിലായിരിക്കും. അത് കല്യാണത്തിന് മാത്രമല്ല, പൊതുവെ ഒരു കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കാണുമ്പോൾ എന്ന് വെച്ചാൽ കംഫേർട്ട് കുറയ്ക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയ കാര്യം ചെയ്യും, എന്നാൽ വളരെ എല്ലാത്തിലും ഒരു മിനിമലിസവും ഒരു ബാലൻസും കീപ്പ് ചെയ്യുന്ന ആളായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് പലയിടത്തും ഒരു ചോദ്യമായിട്ട് വരാം നമ്മുടെ ചോയ്സസ് അല്ലേ. ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? അങ്ങനെ വന്നിട്ടുണ്ടോ? ഞാൻ അതിനെ ചെവിക്കൊള്ളാറില്ല. എനിക്കെന്താ ഇഷ്ടമുള്ളതെന്നുള്ള എനിക്കല്ലേ അറിയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യാരവൻ നമുക്ക് കിട്ടുക എന്ന് വെച്ചോ, ആ ക്യാരവൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതല്ല അവിടെ പ്രസക്തി. ആ വണ്ടി നീറ്റാണോ, നമുക്ക് നിൽക്കാൻ പാകത്തിനുള്ള സ്പേസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട നെസസിറ്റീസ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ കൺസേൺ. അല്ലാതെ അതിനവിടെ 10 ലൈറ്റ് ഉണ്ടോ, ഇവിടെ 10 ക്യാമറ ഉണ്ടോ, അല്ലെങ്കിൽ 10 മിറർ ഉണ്ടോ എന്നുള്ളതൊന്നും എന്നെ കൺസേൺ എൻ്റെ കൺസേണേ അല്ല അത് തന്നെയാണ് എൻ്റെ ലൈഫിലും. നമുക്ക് ആവശ്യത്തിന് കാര്യങ്ങൾ നടന്നു പോകാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വേണം. അത് മനുഷ്യരിലും എനിക്ക് അങ്ങനെ തന്നെയാണ്. കൂടുതൽ ഡെക്കറേഷൻസ് നമ്മൾ പതപ്പിക്കുന്ന ആൾക്കാരുടെ ആ ഒരു അത്രയും ക്രൗഡും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആവശ്യത്തിനുള്ള, അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന, നമ്മളോട് നല്ലത് പറയാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെ, ആ ഒരു മിനിമലിസമാണ് എനിക്ക് എപ്പോഴും ലൈഫിൽ ഇഷ്ടം. അത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേണ്ടാന്നൊക്കെ വെക്കേണ്ടി വരും, കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തേണ്ടി വരും. പക്ഷെ അത് കുഴപ്പമില്ല, അത് നല്ലതിന് തന്നെയാണ്. ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴേ ഇപ്പൊ സുരാജേട്ടൻ്റെ കൂടെ ചെയ്ത ആ ജാതിക്ക കടിച്ച സീനൊക്കെ അത് നമുക്ക് മനസ്സിൽ നമുക്ക് പോവില്ല. അതുപോലെ തന്നെയാണ് നമ്മള് രാത്രി ശുഭരാത്രി ഒക്കെ പാടുമ്പോൾ യു സെഡ് യു ആർ ഒബ്സർവിങ് ആൻഡ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. ആ ഒരു മൂമെന്റ് ഒക്കെ എങ്ങനെ ഒബ്സർവ് ചെയ്യപ്പെടും? അല്ലെങ്കിൽ അത് നമ്മൾ കണ്ട സിനിമകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പം ജാതിക്കയുടെ ആ ഒരു പർട്ടിക്കുലർ സീനൊക്കെ പറയുമ്പോൾ എല്ലാം നമ്മൾ കണ്ട് ഒബ്സർവ് ചെയ്ത് അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഡയറക്ടർ എന്നോട് വന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ ആണ്, ഇങ്ങനെയാണ് ഈ കഥാപാത്രം എന്ന് പറഞ്ഞപ്പോൾ ഗ്രേസ് എന്താ ചെയ്യാൻ പോണെന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക, അന്നേരം എനിക്ക് നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പം നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യുക, എന്നാലേ നാളെ ഒരാൾക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും അതിനകത്ത് ചെയ്യുക, ഗ്രേസ് എന്തെങ്കിലും ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2-3 ഓപ്ഷൻസ് കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പുള്ളി അതിനകത്ത് ഒരെണ്ണം പിക്ക് ചെയ്തതാണ് ആ ഒരു കഥാപാത്രത്തിന് നമ്മൾ മീറ്റർ പിടിച്ചത്. അതുപോലെ ആ കുതിരയുടെ ആ ഒരു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിലെ മാനറിസവും ബോഡി ലാംഗ്വേജും ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് സജഷൻ ചോദിച്ചു ഡയറക്ടറോട്, ചേട്ടാ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ
എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുതിര ഇങ്ങനെ കുളം പിടിച്ച് കാലിങ്ങനെ പൊക്കണ സമയത്ത് ഞാനും അറ്റ് ദ സെയിം ടൈം കാലിങ്ങനെ അതിന് തോണ്ടി ഇങ്ങനെ പൊക്കുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്ടറോട് ചോദിച്ചു, ഡയറക്ടർ കൊള്ളാം, അതങ്ങനെ ചെയ്തോ. കാരണം ഈ കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു മെന്റൽ സ്റ്റേറ്റ്മെന്റിലൂടെയാണല്ലോ കഥാപാത്രം. അപ്പോൾ അങ്ങനെ ചെയ്തോ എന്ന് ഡയറക്ടർ അപ്രൂവ് ചെയ്തപ്പോഴാണ് അതങ്ങനെ ചെയ്തത്. അപ്പം എല്ലാം നമുക്ക് ഒബ്സർവേഷനിലൂടെ കളക്ട് ചെയ്ത് വെച്ചിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. സ്റ്റിൽ വി ഹാവ് ടു മേക്ക് സംതിങ് ന്യൂ. ബുദ്ധിമുട്ടി ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? എല്ലാ ക്യാരക്ടേഴ്സും ബുദ്ധിമുട്ടി തന്നെയാണ്, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെയാണ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇഷ്ടം കൂടെ ഉണ്ട്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ട് ഈസി ആയിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഏതൊരു ജോലിക്കും അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഈസിനെസ്സും അറ്റ് ദ സെയിം ടൈം ഞാൻ അതിനെ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ആ ഈസിനെസ് എനിക്ക് ഭയങ്കര സുഖമാണ്. ഏറ്റവും സന്തോഷം തന്ന ക്യാരക്ടർ ഏതാ? ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് വിചാരിച്ചേക്കാളും കൂടുതൽ റിസൾട്ട്, ഞാൻ പറഞ്ഞത് പബ്ലിക്കലി അപ്രീഷിയേറ്റ് ചെയ്ത ക്യാരക്ടർ അല്ല, റീച്ച് കിട്ടിയതല്ല. എനിക്ക് ഇപ്പോഴും ഇത് ഞാനാണോ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹലാൽ ലവ് സ്റ്റോറിയിൽ സുഹറയാണ്. ബിക്കോസ് ഞാൻ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര, എനിക്ക് ഏജ്, ആ കഥാപാത്രത്തിൻ്റെ ഏജ് അല്ല എൻ്റെ ഏജ്. അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയമാണ്, എനിക്കത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി അത് കണ്ടിട്ട് ഞാനിങ്ങനെ, അതായത് എനിക്ക് അവിടെ എന്നെ കാണാൻ പറ്റുന്നില്ല. അതായത് ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് ആ ഏജിലെ ഞാനാണോ ഹാൻഡിൽ ചെയ്യുന്ന ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, ഒരു പ്രൗഡ് ഫീൽ എനിക്ക് അന്ന് തോന്നി. അതെനിക്കത് ഓക്കെ അഭിനയിച്ച് പോകുന്നു ആയിരുന്നു അന്ന് എന്നോട് സക്കറിയൊക്കെ പറയുകയും ചെയ്തു, താൻ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന് എനിക്ക് അന്ന് ചോദിച്ചത്. എനിക്ക് ഇപ്പോഴാണ് എനിക്കത് അദ്ദേഹം ചോദിച്ചത് ഇതുകൊണ്ടാണെന്ന് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ അത് കണ്ടപ്പോഴാണ്. ഈ പറന്ത് ചെയ്യുന്ന സമയത്ത്, സിൻസ് യു ഒബ്സർവ് എ ലോട്ട്, ആ സമയത്ത് ഇംപ്രവൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ലാംഗ്വേജ് തമിഴിൽ ചെയ്ത സമയത്ത് ബാരിയർ ആയിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ആ പടം, ഭയങ്കര ഇഷ്ടത്തോടെ ഞങ്ങൾ കണ്ട പടം, ഞാനും ഹസ്ബൻഡും. ഒരിക്കലും ഇല്ല, കാരണം റാം സാർ അത്രയും ഫ്രീഡം തരുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അദ്ദേഹം, കാരണം മലയാളത്തിൽ നിന്ന് ഞാൻ ചെന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിന് ഇത്രയും സ്പേസ് തരുന്ന ഒരു ഡയറക്ടറായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. സിനിമ തുടങ്ങിയപ്പോൾ തന്നെ എന്നെ വെച്ചായിരുന്നു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഡയലോഗ്സ് മാത്രമാണ് തന്ന് ഞാൻ അതിങ്ങനെ മംഗ്ലീഷിലാക്കി ഞാനിങ്ങനെ പഠിച്ച് ചെന്നു പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം എടോ താൻ ഇങ്ങനെയാണോ ഗ്രേസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സീൻസ് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അയ്യോ എഴുതിക്കോ, സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഒരു ഡയറക്ടർ നമ്മളോട് എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ. പിന്നെ അദ്ദേഹം അവിടെ ഇരുന്ന്, എനിക്ക് തോന്നുന്നു വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ സീക്വൻസ്, അത് അദ്ദേഹം എഴുതി ആ ഒരു സീക്വൻസ് ഭയങ്കര വലുതാക്കി. സിനിമയിൽ എൻ്റെ കഥാപാത്രം തന്നെ ഭയങ്കര ഡെപ്ത് ഉള്ളതും ഭയങ്കര വലുതുമായി. അത് മേ ബി ആ ഒരു പുഷ് നമ്മൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു കോൺഫിഡൻസ് തോന്നിയിട്ടായിരിക്കാം. എനിക്ക് ലാംഗ്വേജ് ഒരിക്കലും ഒരു ബാരിയറായിട്ട് തോന്നിയിട്ടില്ല. എനിക്കത് ആ ന്യൂ ചലഞ്ചസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ തന്നെ ഡബ് ചെയ്യണോ? അപ്പം ഗ്രേസ് തന്നെ ചെയ്യണം, തമിഴ് പഠിക്കണം, എല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോളാം എന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഡബ്ബിംഗ് ആണ് ഏറ്റവും എനിക്ക് ടഫായിട്ട് തോന്നിയത്. ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു, അങ്ങ് പഠിച്ചങ്ങ് പറഞ്ഞാൽ മതി. ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് സാറിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാറിന് പെർഫെക്ഷൻ ഇരുത്തി അത് സീരിയസ് ആക്കാനുള്ളതുണ്ട്. എല്ലാ റെക്കോർഡിങ്സും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. ഭയങ്കര രസമായിരുന്നു എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ്. ചില സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു അയ്യോ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട്. സമയത്ത് എനിക്ക് സാറിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. നമ്മൾ സാർ ഇത്രയും പുഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്, താൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇങ്ങനെയും കൂടെ താൻ പറഞ്ഞു ഓക്കെ എന്നും പറഞ്ഞ്. കാരണം നമുക്ക് മിസ്റ്റേക്സ് മനസ്സിലാവാൻ പറ്റുന്നില്ല, കാരണം മലയാളമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ. പക്ഷെ എന്നെ ആ ഒരു ന്യൂ ഫേസിലേക്ക് എന്നെ കൊണ്ടുവന്നത് റാം സാറായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഈ മോസൻ ക്യാറ്റിൻ്റെ ഇതിൽ സമയത്ത് ഭാഗ്യലക്ഷ്മി മാം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരേ സെൻറ്റൻസാണ് ഞാൻ പറയുന്നത്, 2-3 മോഡുലേഷനിൽ മാം അത് പറഞ്ഞു തരാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ എനിക്കിത് 2-3 തമ്മിൽ വ്യത്യാസം മനസ്സിലാവുന്നില്ല, തിരുത്തണമെങ്കിൽ വ്യത്യാസം മനസ്സിലാവണ്ടേ. അപ്പോൾ ഒന്നുകൂടെ പറയുമെന്ന് പറഞ്ഞു. ഒരു കണക്കിന് പാട്ടറിയുന്നോണ്ട് ട്യൂണൊക്കെ വെച്ചാൽ ഞാൻ മീറ്റർ പിടിച്ച് പറഞ്ഞു നോക്കിയേ. പക്ഷെ ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തുമാത്രം മനസ്സിലാവാൻ പറ്റും. ആൻഡ് യു ഡിഡ് എ ഡബിങ് ഓൾസോ മലക്കോട്ടെ വാലിബനില്. അതിലപ്പോൾ ഹീറോയിന് വേണ്ടി ഡബ് ചെയ്ത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? വേറൊരാൾക്ക് വേണ്ടി നമ്മൾ ഡബ് ചെയ്യുന്നു. അത് ഔട്ട് ഓഫ് ദ ബ്ലൂ എനിക്കൊരു കോള് വന്നതാ. ഇങ്ങനെ ഞാൻ ഇനി നമ്പർ എങ്ങാനും മാറിപ്പോയതാണോ, എന്നെ വിളിച്ച് അല്ല ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു, ലിജോ ചേട്ടനെ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞ കനകത്തിലൊക്കെ ഡബ് ചെയ്ത് ആ ഒരു മീറ്റർ ഒന്ന് പിടിക്കാവോ എന്ന് ചോദിച്ചു. ഇച്ചിരി ഡ്രാമാറ്റിക് സാധനം. ഞാൻ പറഞ്ഞാൽ ചെയ്യാം. അപ്പം അന്ന് നമ്മൾ പറന്തുപോ ഡബ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് തമിഴ് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് തമിഴ് ട്രൈ ചെയ്യുന്നത്.
അങ്ങനെ അങ്ങനെ അത് ട്രൈ ചെയ്തു. പക്ഷെ അത് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ കുറച്ചുള്ളെങ്കിലും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നമ്മുടെ ശബ്ദം കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പിന്നെ അവരുടെ ആ ലിപ് മൂവ്മെന്റ്സിനനുസരിച്ച് നമുക്ക് പക്ഷെ അത് ഭയങ്കര എത്തിക്കണം. ടാസ്ക് ആയിരുന്നു. കാരണം അവര് മലയാളിയല്ല. അവരുടെ ലിപ്പ് പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്ക്. ലിപ്പിൽ കിട്ടുന്നില്ല സംഭവം. അപ്പൊ നമ്മൾ അതിനെ നമ്മുടേതായിട്ട് രീതിയിൽ വലിച്ചിട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചത് നമ്മളും ഡയലോഗ്സ് പറയുമ്പോഴും നമ്മളും അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കറക്റ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് അന്നേരമാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ എടുത്തു വെച്ച ഫസ്റ്റ് വീഡിയോ. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. കാണാൻ ഭയങ്കര കൗതുകമുള്ള ക്യൂട്ടായിട്ടുള്ള സംഭവം. പക്ഷെ ഇത് എടുക്കാൻ വേണ്ടി ഗ്രേസ് എടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ എഫേർട്ട് അല്ലാന്ന് കണ്ടാൽ മനസ്സിലാവുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ക്രിയേറ്റീവ് ആണോ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഇത്രയും സന്തോഷം കണ്ടെത്തി. പെർഫെക്ഷനിസ്റ്റ് ആണ് ഞാൻ. ഒത്തിരി ചെയ്യുന്ന കാര്യങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് ഈ ഐഡിയ എന്നാ ശരി ഇന്ന് ഇങ്ങനെ അങ്ങ് ചെയ്യാം. ഇതിന് തൊട്ട് തലേ ദിവസം ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്ഥിരം ഉണ്ടാവുന്ന സാധനം ഇത് സാധാരണ പ്ലേഡോ അല്ല, ഇതൊരു പ്രത്യേക തരം പ്ലേഡോയാ. അപ്പൊ ഞങ്ങള് നീസിനെ കൂട്ടി ഞാനും ബേബിയും കൂടെ ചുമ്മാ പുറത്തു പോയ സമയത്ത് അവൾക്ക് കളർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വാട്ടർ കളർ മേടിക്കാൻ പോയ സമയത്ത് ഈ സാധനം അവിടെ കണ്ടു. അങ്ങനെ അത് മേടിച്ച് ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ചെയ്യാനാണ് മേടിച്ചത്. പക്ഷേ ഞാനത് അടിച്ചു മാറ്റി. ഞാൻ ഒരു മിററും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനത് ചെയ്ത് കുറച്ച് ഞങ്ങൾക്ക് ക്ലേ കൊടുത്തിട്ട് തന്നെ അവളത് മുഴുവൻ നശിപ്പിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ അവക്കത് കൊടുക്കണ്ട, അവൾക്ക് വേറെ മേടിച്ചു കൊടുക്കാം. കാരണം അവൾക്ക് വേറെ ഒരെണ്ണം മേടിച്ചു കൊടുത്ത് അവളെ സംതൃപ്തിയാക്കി സൈഡിലേക്ക് മാറ്റിയിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ എനിക്ക് ആ ഒരു കളറും എല്ലാം കൂടെ ഭയങ്കര ഭംഗി. ആ ഗ്ലാസസും ആ സ്കേർട്ടും, പച്ച സ്കേർട്ടും കറുത്ത ടോപ്പും എല്ലാം കൂടി ഒരു ആനച്ചന്തം അല്ലേ? ഞാനത് ആലോചിച്ചു ഈ ഫോം ഇങ്ങനെ ഉപയോഗിക്കാന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഇതിലും ഭംഗിയായിട്ടും ഇതിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും എടുക്കുന്ന ഒത്തിരി ക്രിയേറ്റീവ്സ് ഒക്കെ ഉണ്ട്. എന്റെ മോള് അമ്മ ഇത് ചീത്തയായ പ്ലേഡോയാ എന്റെ മോള് കൊടുത്തു. അമ്മ ദിസ് ഇസ് റോട്ടൺ പ്ലേഡോ, ഇത് കൊണ്ടേ കളയെന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ ടെക്സ്ചറിന് മറ്റേനേക്കാൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ തോന്നി. ബട്ട് യു ഹവ് ഡൺ ഇറ്റ് വെരി നൈസ്ലി, വെരി ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റീവ്. അത് മേ ബി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മള് കാണുന്ന വിഷ്വലിന് ചേർന്ന് മ്യൂസിക് ഇടുക എന്ന് പറയുന്നത്. മേ ബി അതുകൊണ്ടൊക്കെ അതാ ഞാൻ പറഞ്ഞ മൊത്തത്തിലൊരു ആനച്ചന്തം അത് കണ്ടുവരുമ്പോ. ഇനി അതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ആരായത് ഡാൻസുമായിട്ട് ഭരതനാട്യം പറഞ്ഞു, ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിലെ ഡാൻസർ. എനിക്ക് ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേ ഒത്തിരി ചെയ്യുമായിരുന്നു. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ഫ്രീ സ്റ്റൈൽ പഠിക്കാനും വെസ്റ്റേൺ പഠിക്കാനും ആയിരുന്നു ഇഷ്ടം. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിന് പറ്റിയ കോഴ്സസ് ഇല്ലായിരുന്നു. അന്ന് പുറത്ത് പോയി പഠിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ കയ്യിൽ സാമ്പത്തികവും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്ലാസിക്കലിലേക്ക് തിരിഞ്ഞത്. എൻ്റെ ബേസ് എനിക്ക് ഇഷ്ടം ആഗ്രഹം ഉണ്ടായിരുന്നത് വെസ്റ്റേണും പഠിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷെ അതിന് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ കുഴപ്പമില്ല ക്ലാസിക്കൽ പഠിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ കാലടി പോയിട്ട് ക്ലാസിക്കൽ പഠിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഉറങ്ങി കിടക്കുന്ന ഒരു നാഗവല്ലിയാണ്. സെൽഫ് ടോട്ട് ആണോ ഇത്? സെൽഫ് ടോട്ട് ആണ്. അതായത് ഞാൻ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോസിലൊക്കെ പോകും. ഫ്രണ്ട്സ് ഉണ്ട്, കുക്കു ഉണ്ട്, ശ്യാമുണ്ട്. അവരുടെ സ്റ്റുഡിയോസിലൊക്കെ ഞാൻ പോവാറുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ എന്നെ എന്താ പറയാ ഉള്ളിൽ തട്ടുന്ന അല്ലെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ സ്റ്റൈലാണ്. അതിൽ കൊറിയോഗ്രാഫി ഒക്കെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാറൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ ആഫ്റ്റർ ഈ ട്രാൻസ്ഫോർമേഷന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടെ എൻ്റെ ഫിസിക്കും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ഈ സാധനം ഒന്ന് പൊടി തട്ടിയെടുത്തത്. കാണാനുണ്ട്. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഹസ്ബൻഡ് ഡാൻസ് ചെയ്യും, പുള്ളി കൊറിയോഗ്രാഫി ഒക്കെ സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി ഇത് കണ്ടപ്പോ പുള്ളി ഇങ്ങനെ ഇരിക്കുക, നീ കണ്ടോ? ഞാൻ കണ്ടു, ഒന്നും പറയാനില്ല. മദറിലോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡാൻസ് ചെയ്യണത്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, നീ ഒന്ന് ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എൻ്റെ അമ്മ ഡാൻസ് ചെയ്യുന്ന ഈ പറഞ്ഞു എനിക്ക് മടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ആശ്വാസത്തിന് വേണ്ടി അമ്മേന്റെ പഴയ വീഡിയോസ് ഉണ്ട് ഡാൻസിന്റെ, അതിങ്ങനെ എടുത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഡാൻസ് റിലീസ് ആയതിനു ശേഷം ഞാൻ നോക്കുമ്പോൾ മറ്റേ സ്ക്രീനില് വീട്ടില് TV യൂട്യൂബൊക്കെ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഈ സാധനം
അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തച്ചിലിരുന്ന് കാണുക, കണ്ട് 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 അന്ന് ഈ ചാനൽ മാറ്റി ഈ സ്ക്രോൾ ചെയ്ത് കഴിയില്ല, ഇത് തന്നെ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. എന്റെ മദറിനോ ഇത് തന്നെ കേട്ടോ, അമ്മ പാട്ട് എനിക്കതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോ അത് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം. ഇതിനിടയിൽ അമ്മ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും സ്വന്തമായിട്ട്. അമ്മ ഒന്ന് മാറ്റപ്പോ എനിക്ക് ഇത് തന്നെ കണ്ട് കണ്ട് എനിക്ക് എന്റെ തന്നെ സംഭവങ്ങൾ ഒരു തവണ കാണാം, അപ്ലോഡ് ചെയ്തിട്ട് ഒരു തവണ ഞാൻ കാണും, അത് ഞാൻ പിന്നെ കാണില്ല. വീട്ടിലിങ്ങനെ ഫുൾ ടൈം ഇതിരുന്ന് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാ. ഒന്ന് മാറ്റമ്മേ പ്ലീസ്. ഇല്ലല്ല, എനിക്കിത് കാണണം. സ്നേഹം കൊണ്ടാ, പാവത്തിന് സന്തോഷം കൊണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടത് ഇസ് യുവർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. ഇത് ചില്ലറ സംഭവമല്ല. ആൻഡ് യു സെഡ് യുവർ ഇൻസ്പിറേഷൻ ഇസ് യുവർ സെൽഫ്. എനിക്കത് ഇലാബറേറ്റ് ആയിട്ട് യു ഹാവ് ടു സേ ദാറ്റ് ഫോർ മീ ആസ് വെൽ ആസ് ലോട്ട് ഓഫ് വിമൻ ഹു ആർ വാച്ചിങ് ദിസ്. ഒരാൾ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ, ഇപ്പം എനിക്കൊക്കെ ഈ ഒരു ഏജിലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്ക് വെച്ച് എനിക്കൊരു 80 days ഒക്കെ ആയപ്പോൾ എനിക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെയും ഒരു മാസം ഗ്യാപ്പ് വന്നപ്പോൾ വീണ്ടും വെയിറ്റ് ഗെയിൻ വന്നു. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. സോ ഹൗ ഡിഡ് യു ഫൈൻഡ് ദാറ്റ് ഫോക്കസ് ആൻഡ് ഹൗ ഡിഡ് യു റീച്ച് ദെയർ? ഇപ്പം എൻ്റെ ഇതിന് ശേഷം റീലിനൊക്കെ ശേഷം ആൾക്കാർ ചോദിക്കുന്നതാണ്, ചേച്ചി പെട്ടെന്ന് മെലിയാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. അപ്പം ഞാൻ ഒരിക്കലും ഒരു ട്രെയിനർ അല്ല, എനിക്കിത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്ര നാളെടുത്തു? ഞാൻ 1 year, ഇപ്പൊ 1 year ആയി. അപ്പം സമയമെടുത്തേ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നടക്കുകയുള്ളൂ. ഈസി ട്രാൻസ്ഫോർമേഷൻ, ഈസി ട്രിക്ക് എന്ന് പറയുന്നത് ഇച്ചിരി എപ്പോഴും നമ്മൾ റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണത്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ. അത് മനസ്സിലാക്കിയിട്ടേ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. ഈസി ആയിട്ട് മാർക്കറ്റിൽ കാണുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇന്നൊരാൾക്ക് ഇത് വർക്കായി എന്ന് വെച്ചാൽ എപ്പോഴും നമുക്കത് വർക്കാവണമെന്നില്ല. അപ്പം ഞാനിത് പറയുന്നത്, എനിക്ക് തൈറോയ്ഡ് കണ്ടീഷൻ ഉള്ള ഒരു ആളാണ്. അപ്പം എനിക്ക് വർക്കാവുന്ന ഒരു കാര്യം ചിലപ്പോൾ ചേച്ചിക്ക് വർക്കായെന്ന് വരില്ല. എനിക്ക് ഈസി ആയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഈസി ആയിട്ട് എൻ്റെ ബോഡി ഇന്ന് കാണുന്ന ഒരു ബോഡി സ്ട്രക്ചറേ ആയിരിക്കില്ല നാളെ. അപ്പോൾ ഞാൻ ലോകത്തുള്ള എല്ലാ ഡയറ്റും ചെയ്ത് നോക്കി പരാജയപ്പെട്ട ഒരാളാണ്. ഞാൻ ചെയ്യാവുന്ന വർക്കൗട്ട്സ്, ഇൻറ്റൻസിറ്റി എല്ലാ വർക്കൗട്ടും ചെയ്ത് പരാജയപ്പെടുന്ന ഞാൻ പറയില്ല, എല്ലാം ശ്രമിച്ച ഒരാളാണ്. പിന്നെ ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയത്, ഇതിലെല്ലാം ചെയ്യുമ്പോഴും എനിക്ക് വ്യത്യാസം വരുന്നുണ്ട്, പക്ഷെ അത് കൺസിസ്റ്റന്റ് അല്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എന്തിലൂടെയാണ് എനിക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പിന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ എനിക്കൊരു ഡോക്ടറുണ്ട്. ഡോക്ടറുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഗൈഡൻസ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഡയറ്റ് ആണോ? ഡയറ്റ് ഉണ്ട്, വർക്ക്ഔട്ട് ഉണ്ട്. പിന്നെ എനിക്ക് ഡയറ്റിലൂടെ മാത്രം വെയിറ്റ് ലോസ് സംഭവിക്കില്ല, മനസ്സിലായി. വർക്ക്ഔട്ടിലൂടെ മാത്രം എനിക്ക് വെയിറ്റ് ലോസ് നടന്നില്ല. അപ്പോൾ എനിക്ക് ഇന്റൻസിറ്റി വർക്ക്ഔട്ടും വേണം, ഡയറ്റും വേണം. പിന്നെ എനിക്കതിൽ വർക്കായ ഒരേ ഒരു കാര്യമാണ്, എല്ലാവർക്കും വർക്ക് ആവാത്തൊരു കാര്യമാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്. എനിക്കത് ഭയങ്കര നന്നായിട്ടാണ് എൻ്റെ ബോഡിക്ക് അത് വർക്കായത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലീപ്പ്, സ്ട്രെസ്. ഈ 2 കാര്യങ്ങളും എൻ്റെ കുറഞ്ഞപ്പോൾ തന്നെ എൻ്റെ തൈറോയ്ഡ് ഭയങ്കരമായിട്ട് വ്യത്യാസം സംഭവിച്ചു. സ്ലീപ്പ്, ഞാൻ നേരത്തേക്ക് പറഞ്ഞാൽ എനിക്ക് ഉറക്കമില്ല. വീണ്ടും എനിക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 9 മണിക്ക് ഞാൻ കിടക്കും, ഞാൻ കറക്റ്റായിട്ട് 9 മണിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷെ 9 മണിക്ക് ഞാൻ കിടന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 2 മണിയാകുമ്പോഴേ ഉറങ്ങുള്ളൂ. പറഞ്ഞാൽ വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കും. തിരിഞ്ഞു മറിഞ്ഞു ഞാൻ എന്തൊക്കെയാ ആലോചിച്ചു കൂട്ടാന്ന് എനിക്ക് അറിയത്തില്ല. ചുമ്മാ ഇങ്ങനെ കിടന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോ രാത്രി കണ്ട സ്വപ്നമൊക്കെ ഓർമ്മയുണ്ടാവും, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ അങ്ങനെയാ. എനിക്ക് രാത്രി, അതായത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടം വന്നിട്ട് ഞാൻ പിന്നെ രാത്രി കിടന്ന് കരയും. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്നിട്ട് രാവിലെ എണീക്കാനാണെങ്കിലോ എണീക്കാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണമായിട്ട് ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ. അപ്പം ഇങ്ങനെ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ ഒരാളായിരുന്നില്ല. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ എന്തിനാ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാതെ ജീവിക്കണേന്ന് ഓർത്ത് ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കാൻ തുടങ്ങി. അതും എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. മെയിനായിട്ട് എൻ്റെ സ്ട്രെസ്സും എൻ്റെ സ്ലീപ്പും കൺട്രോൾ ആയപ്പോൾ തന്നെ എൻ്റെ പകുതി എന്താ പറയുക, ഒരു ഞാൻ കുറച്ചുകൂടെ ഒന്ന് കാമായി. എന്നിട്ട് പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഇനി ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ബോഡി ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി വി നീഡ് പ്രോപ്പർ ഫുഡ്. അതായത് നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻ സാധനങ്ങളും നമ്മൾ കൊടുക്കണം. അപ്പോഴത്തേക്ക് എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, എനിക്ക് കാൽസ്യം, എനിക്ക് ഇല്ലാത്ത ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല. ആ സമയത്തെല്ലാം കണ്ണി കണ്ട എല്ലാ ഡയറ്റും ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ട് ഡോക്ടർ ഈ ടെസ്റ്റുകളെല്ലാം നടത്തി പ്രോപ്പറായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുത്തു തുടങ്ങി. അങ്ങനെ പതിയെയാണ്. ഡോക്ടറിനോട് പറഞ്ഞു, പെട്ടെന്നുള്ള പരിപാടിക്കാണെങ്കിൽ എന്നെ കിട്ടത്തില്ല, പതിയാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോഴും ഞാൻ പറയാണ്,
ഞാൻ എന്നിത് ഈ സംഭവങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന അന്ന് ഞാൻ വീണ്ടും റീഗെയിൻ ചെയ്യും. ഓ റൈറ്റ്. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് തന്നെ ചെയ്യാവുന്ന പറഞ്ഞാൽ എൻ്റെ സ്ട്രെസ്സും എൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നതാണ്. ഒരു മാസം കൊണ്ട് മെലിയാൻ പറ്റും, മെലിയുന്നവരുണ്ടാവും. അതെ, മെലിയാൻ അതെ. നമുക്ക് പറ്റും. പക്ഷെ അത് Healthy മെയിൻറ്റെയിൻ ആയിരിക്കില്ല. ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മെസ്സേജസ് എനിക്ക് പേഴ്സണലി സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഉം. എനിക്ക് അവിടെ എന്നെ ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് പല കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്ന പിന്നെ അതെ ആൾക്കാര്. അതെ അതെ. അതിലുപരി അവർക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ആണ് ചേച്ചി. ഭയങ്കര സെൽഫ് ഡൗട്ട് ആയിട്ട് പുറത്തിറങ്ങാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത, അവരിലൂടെ എല്ലാവരും എനിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സാഹചര്യത്തിലൂടെ എല്ലാം ഞാൻ കടന്നു പോയിട്ടുണ്ട്. പറ്റാവുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കും. എൻ്റെ ഈ പ്രഗ്നൻസി സമയത്തുണ്ടല്ലോ, പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വെയിറ്റ് ഗെയിൻ വന്നത്. സെക്കൻഡ് പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിശ്വസിക്കില്ല, ഞാൻ എനിക്കൊന്ന് 1 വർഷത്തേക്കൊക്കെ കണ്ണാടി നോക്കിയിട്ടില്ല. കണ്ണാടി എവിടെ ഉണ്ടെങ്കിൽ ഞാനത് നോക്കാതെ ഞാൻ പോകും. പിന്നെ പിന്നെ അത് ശീലമായി. പിന്നെ പതിയെ നമ്മൾ ഒരു കാലം കഴിയുമ്പോൾ പഴയ നമ്മൾ മറന്നു പോവാണ്. മറന്നു പോവാൻ ഇപ്പൊ പുതിയ നമ്മളെ ഓർമ്മയുള്ളൂ. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെയാണോ ഞാൻ, അങ്ങനത്തെ ഒരു ഫേസ് വരും നമുക്ക് ശരിക്കും. ഇപ്പൊ ആരാ നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചപ്പോൾ ഞാനന്ന് പറഞ്ഞതിനുള്ള വേറൊരു റീസൺ കൂടെ പറയാം. ആദ്യമേ ഞാനിങ്ങനെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു 6 pack ഉള്ള ഒരു ലേഡിയുടെ ഇമേജ് എടുത്തിട്ട് ഞാൻ വാൾപേപ്പർ ആക്കി. സോ ദാറ്റ് വി നീഡ് ദാറ്റ് ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ, അങ്ങനെ ഞാൻ ആക്കി. പക്ഷെ എനിക്കിത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാനിത് പിന്നെ റെക്കഗ്നൈസ് ചെയ്യാറായി. അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് വാൾപേപ്പർ എന്നുള്ളൊരു സാധനത്തിലേക്ക് ഞാൻ മൈൻഡ് ചെയ്യാണ്ടായി. ഞാൻ ഒരു ദിവസം എൻ്റെ ഇമേജസ് എല്ലാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പഴയ ഒരു ഫോട്ടോ ഇങ്ങനെ കണ്ടു. നല്ല സുന്ദരിയായിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ഫിസിക്സ് സ്റ്റേജിലുള്ള ഒരു ഇത്. ഞാനത് എൻ്റെ വാൾപേപ്പർ ആക്കി. അന്ന് തൊട്ട് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനായിരുന്നല്ലോ, ഇതിലേക്ക് എനിക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ത്വര. അതായത് എനിക്ക് എൻ്റെ ഫിസിക്കല്ല, അന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള മെന്റൽ സ്ട്രെസ് ഇല്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന്. എനിക്ക് ആ ഹാപ്പി സ്റ്റേജിലേക്കാണ് പോകണ്ടേ, അല്ലാണ്ട് എനിക്ക് ആ ഫിസിക്കലേക്കല്ല പോകണ്ടെന്നുള്ള ആ ഒരു തോട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ തോട്ടിലായി പോയത്. അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര എൻ്റെ ഒരു ഐ ഓപ്പണിംഗ് ആയിപ്പോയി എനിക്ക് ഭയങ്കരമായിട്ട്. നമ്മുടെ ഇൻഫ്ലമേഷൻ പറഞ്ഞല്ലോ, അതാണ് ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളുടെയും ഏറ്റവും പ്രധാന പ്രശ്നം. നമുക്ക് എസ്പെഷ്യലി തൈറോയിഡുള്ള ആൾക്കാരിൽ നമുക്ക് ചില ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് ഡയറി പ്രോഡക്ട്സ് കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്, നീർവീക്കം വരുന്നുണ്ട്. അതായത് ഇന്നിടുന്ന ഈ റിങ് എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടൈറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പതിയെ റിയലൈസ് ചെയ്യും, ഇന്ന ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് താല്പര്യമില്ല. നമുക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരിക്കാം, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ പതിയെ വേണ്ടാന്ന് വെക്കാൻ തുടങ്ങി. ഫുഡിലൂടെ മാത്രമാണോ ഇൻഫ്ലമേഷൻ ഇല്ല കൂടുതൽ കൺട്രോൾ ചെയ്യപ്പെടേണ്ടത്? എപ്പോഴും നമുക്കൊരു ബോഡി മൂവ്മെന്റ് വേണം, എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഞാൻ പണ്ട് എപ്പോഴും ഒരു സ്ഥലത്തിരുന്ന് ഞാൻ അവിടെ ആ മൂലയ്ക്ക് അങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് മടിയായിരുന്നു, ബേസിക്കലി മടിയായിരുന്നു. അത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൊണ്ടാണ് പിന്നെ റിയലൈസ് ചെയ്തത്. ഇപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കും. ഒരു ഫോൺ വന്നാൽ പോലും ഞാൻ നടന്നേ സംസാരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ നടക്കും. എനിക്ക് ആ ഒരു ബോഡി മൂവ്മെന്റ് നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് ആക്റ്റീവായിട്ടിരുന്നില്ലെങ്കിൽ എന്തോ ചെയ്യാത്തൊരു ഫീലാണ് എനിക്ക്. അതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ കൂടെ ഉള്ളവരോടും പറയും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആക്റ്റീവായിട്ടിരിക്കുക, ബോഡിയെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെ എപ്പോഴും പണിയെടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഭയങ്കര മടിയന്മാരായി പോകും നമ്മൾ. സത്യമായി പറഞ്ഞ കാര്യം. ചിലപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ മുകളിലാണ് താമസിക്കുന്നത്, ഈ വണ്ണമുള്ള സമയത്ത് താഴെ ഒരാൾ വന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ ദേഷ്യമല്ലേ, തുറക്കാൻ താഴെ വരെ നടന്നു പോണ്ടേ. ഇത് മടിയല്ല സത്യം പറഞ്ഞ, എന്തോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്സ് യൂസ് ചെയ്യാറുള്ളൂ. എലിവേറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എബിയോട് പറയും നടക്കോ. എബിക്ക് വ്യത്യാസം വന്നോ? എബി പോകുന്നുണ്ടോ? എന്റെ കൂടെ കൂടി ഇപ്പം ആ കാര്യത്തിൽ നല്ല മാറ്റം. ഇഷ്ടമാണ് ആൾക്ക്, പണ്ടേ നല്ല മടിയുള്ള ആളാണ്. പക്ഷെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരുമിച്ച് ജീവിക്കണ്ടേ എന്നുള്ള ഒരു റൂട്ടീനിലേക്ക് പിടിച്ചിടുമ്പോൾ ഗ്രേസിന്റെ ഒരു ഐഡിയ ഓഫ് വുമൻഹുഡ് എന്തായിരിക്കും? എന്താണ് ഒരു സ്ത്രീയുടെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്? വാട്ട് ഷുഡ് ദേ ഫൈറ്റ് ഇപ്പൊ കാണുന്ന ഒരു സൊസൈറ്റിയിൽ? സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. എപ്പോഴും സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അത് ആ സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്ന എന്തൊരു കാര്യവും നിങ്ങൾ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യുക. ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, അത് നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ട്രൈ ചെയ്യുക.
നാളെ അത് ഞാൻ ട്രൈ ചെയ്തില്ലോ എന്നുള്ളൊരു റിഗ്രറ്റിൽ ഇരിക്കാനുള്ളൊരു സാഹചര്യം വരാതെ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആവുക, അതായത് എന്ന് വെച്ചാൽ എല്ലാവരിൽ നിന്നും ഡിറ്റാച്ചഡായി ഞാൻ മറ്റേ ഇൻഡിപെൻഡൻറ്റ് വുമൺ ആ ഒരു സ്റ്റേജല്ല ഞാൻ പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ സ്വയമേ ഒരു കാര്യം ഇതെന്നെ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ആ പ്രാപ്തിയാക്കുന്ന ആ ഒരു ഇൻഡിപെൻഡൻസി ഉണ്ടല്ലോ, അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഷ്ടപ്പെട്ടാണെങ്കിലും നേടിയെടുക്കുക. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ത്രീ എന്നല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും, പുരുഷൻ സ്ത്രീ എന്നുള്ളൊരു വ്യത്യാസം അതിലില്ല. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു ചിന്താഗതി ഒന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. ദേ ആർ വെരി ഇൻഡിപെൻഡന്റ്, ക്ലാരിറ്റി ഉണ്ട് ഭയങ്കര. അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണയുള്ള ആൾക്കാരാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു അത് ഞങ്ങളുടെ കൺസേണേ അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വിഷൻ എന്താണോ അതിനു വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു ജനറേഷൻ ഇപ്പം നമുക്കുള്ളത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, അഭിമാനമുള്ള ഒരു കാര്യമാണ്. അന്നും ഇന്നും എന്നും നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ, അത് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പം ചിലർ പറയത്തില്ലേ ഇന്ന് പറയേണ്ട കാര്യം ഇന്ന് പറയണം, നാളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. ഓരോരുത്തർ കടന്നു വരുന്ന സാഹചര്യം നമുക്ക് ഇവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യം പറയുക. ഫിയർ ഉണ്ടാവും, അത് ആ ഫിയർ ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു സെൽഫ് ഹഗ്ഗോ അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് ഓക്കെ എന്ന് നമുക്ക് എപ്പോൾ നമ്മളോട് പറയാൻ പറ്റുന്നോ അതാണ് നമ്മുടെ ഒരു എന്താ പറയുക, അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. കുറേ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്കറിയാം. നെതർലാൻഡ്സിലേക്കൊക്കെ സോളോ ട്രിപ്പൊക്കെ വെച്ച് 3 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, ഞാൻ ആദ്യം ഒന്ന് പോട്ടെ എന്ന് ചില്ല് ചെയ്യാൻ പോയ ആളാന്നൊക്കെ എനിക്കറിയാം. ഒരു മെമ്മറബിൾ ജേർണി പറയൂ, അതുപോലെ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ജേർണിയും പറയൂ. മെമ്മറബിൾ ജേർണി എന്ന് പറയുന്നത് കണ്ട സ്ഥലങ്ങൾ എല്ലാവരോടും ഇവിടെ ഒന്ന് പോവാൻ പറ്റുവാണെങ്കിൽ പോകണം. ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ ദൈവമേ. എഡിംബ്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഹണിമൂൺ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരു ബാക്ക് പാക്ക് ട്രിപ്പ് പോയായിരുന്നു. അതായത് സ്പെയിനിൽ നിന്ന് ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു ട്രെയിൻ എടുത്തിട്ട്, ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് ഞങ്ങൾ ഗ്രനാഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബാക്ക് പാക്ക് ചെയ്തായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു അത്. അതായത് മറ്റെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എബി ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെയൊക്കെ ഭയങ്കര അത് പറഞ്ഞില്ലേ പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ എബി പറഞ്ഞില്ലേ നമുക്ക് ഇനി അങ്ങനെ ഒരു പരിപാടിയെ നോക്കണ്ട, ഒരു വണ്ടി എടുക്കുന്നു, നമ്മൾ അങ്ങ് പോകുന്നു, എന്ത് നടക്കുന്നു, എവിടെ സ്റ്റേ ചെയ്യുന്നു നോക്കുന്നു വേണ്ട, അങ്ങനെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പോയ ആ ഒരു ട്രിപ്പാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. കാരണം ഇന്ന് രാത്രി എവിടെ സ്റ്റേ ചെയ്യണമെന്ന് അറിയില്ല, അവിടെ എവിടെയാണുള്ളത് അവിടെ നൈസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ സേഫ് ആണോ? അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യ അല്ലല്ലോ, പേടിക്കണ്ടല്ലോ, ഭയങ്കര സേഫ് ആണ്, ഭയങ്കര ഫ്രീ ആയിരുന്നു നമ്മള്. പിന്നെ ആ ഗേൾസ് ട്രിപ്പ് ഞാൻ പോയ ആംസ്റ്റർഡാം പോയ ആ ഒരു 2-3 ദിവസം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ എട്രേറ്റ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഫ്രാൻസിൽ. അത് ഭയങ്കര ഒരു ക്ലിഫാണത്. കുറച്ച് ട്രക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആ ക്ലിഫിന്റെ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ കടലിങ്ങനെ കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഗ്രേസ് ഇത് നറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇത് എന്റെ കണ്ണിലൂടെ ഞാൻ കാണുന്ന പോലെ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കട്ട് ചെയ്ത് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇങ്ങനെ പോകുന്ന നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഇങ്ങനെ ഒരു ഒഴുകി കിടക്കുന്ന ഒരു സ്ഥലം. താഴെ ഇങ്ങനെ കട്ട് ചെയ്ത് നേരെ കാണുന്ന പറഞ്ഞാൽ ബ്ലൂ സീ ആണ്. അതിന്റെ വേവ്സ് ഇങ്ങനെ എഡ്ജിൽ വരുമ്പോഴത്തേക്കും നല്ല പതഞ്ഞിങ്ങനെ പൊങ്ങുന്ന ഒരു വേവ്സ്. എല്ലാം ഒപ്പിയെടുക്കും. അതിൽ മണ്ണല്ല, പെബിൾസ് ആണ് അവിടെ. അപ്പൊ ഇങ്ങനെ ഫുൾ ഇങ്ങനെ നമുക്ക് പെബിൾസിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ സിനിമാറ്റോഗ്രാഫർ എവിടെന്നാ വരുന്നതെന്ന്. ആ കണ്ണിലുണ്ടത്. ഐസ് ആർ ക്യാപ്ചറിങ് എവറിത്തിങ്. ഐ ലവ് റോഡ് ട്രിപ്സ്. പിന്നെ അത് ഞങ്ങൾ യുകെയിലൂടെ യുകെയുടെ ഒരു അറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ ഞങ്ങൾ റോഡ് ട്രിപ്പ് പോയി. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പോവാൻ ഇനി ഇഷ്ടമുള്ള സ്ഥലം മോസ്റ്റ്ലി യൂറോപ്പ് തന്നെയാണ്. യൂറോപ്പാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട്, നമുക്ക് ഭയങ്കര കളർഫുൾ ആണ്, ഭയങ്കര പീസ്ഫുൾ ആണ് പോകാൻ താല്പര്യം. കാരണം ആ ചെറിയ ഗ്രേസ് ഉണ്ടല്ലോ, ഒരു കുട്ടി ഗ്രേസ്, ആ ഒരു കുട്ടി ഗ്രേസിന് ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു.
പക്ഷേ ആകെ ട്രാവൽ ചെയ്തേക്കുന്നത് എവിടെയാ, മൂന്നാർ എങ്ങാണ്ട് ഒരു തവണ എങ്ങാണ്ട് പാരൻസിൻ്റെ കൂടെ പോയെന്നല്ലാതെ വേറെ ട്രാവൽ ചെയ്യാന്നുള്ളത് നമ്മുടെ സ്വപ്നത്തിലില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെ ട്രാവൽ ചെയ്യണമെങ്കിൽ പൈസ വേണമല്ലോ, ഈ പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺസേൺ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടും. അതാ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രീഡം, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ടുള്ളൊരു ഫ്രീഡം, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിൽ നിന്ന് കിട്ടുന്ന എല്ലാം നമുക്ക് പിന്നെ ബ്യൂട്ടിഫുൾ ആണ്. അച്ഛനും അമ്മേനെ കുറിച്ച് പറയാം. ഞാൻ ആ ഒരു ഭാഗം ഞാൻ ചോദിച്ചില്ല. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഫാദർ കോൺട്രാക്ടറാണ്, ടൈൽസിന്റെ കോൺട്രാക്ടറാണ്. സോ പുള്ളി പറഞ്ഞ പോലെ വീട്ടിലിരിക്കാൻ മടിച്ചിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞു പണിയൊക്കെ നിർത്തി വീട്ടിലിരുന്ന പപ്പ എന്ന് പറഞ്ഞാലും പുള്ളി അതൊന്നും ചെയ്യത്തില്ല. പുള്ളി ഇങ്ങനെ എൻ്റെ ഒരു വേറൊരു സ്പിരിറ്റ് ഉണ്ട് പപ്പയിൽ നിന്ന് എനിക്കത് കിട്ടിയേക്കുന്നത്. അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് പപ്പ. അമ്മ ഹൗസ് മേക്കറാണ്. അമ്മ ഇങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ട് ചെടികളൊക്കെ നോക്കി വളരെ സമാധാനമായിട്ട് ജീവിക്കുന്നു. അമ്മ ഈ പറഞ്ഞ പോലെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, പല പല ജോലികളും ചെയ്തിരുന്ന ഒരാളായിരുന്നു. അമ്മയിൽ നിന്നാണ് ഞാൻ ആ ഒരു എന്ത് ജോലി ചെയ്യാനും മടിയില്ലാത്തൊരു മൈൻഡ് സെറ്റ് എനിക്ക് അമ്മയിൽ നിന്നാണ് കിട്ടിയത്. എവറി പെന്നി ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള സാധനം എനിക്ക് അമ്മയിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ എങ്ങനെ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഞാൻ പഠിച്ചത് അമ്മയിൽ നിന്നാണ്. സോ അങ്ങനെ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് എനിക്ക്. അമ്മ ഒട്ടും എക്സ്പ്രസീവ് അല്ല. പപ്പ കുറച്ചും കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ നല്ലതെന്നൊക്കെ പറയും. അമ്മ ഒട്ടും അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം അമ്മയിൽ നിന്ന് ആ ഒരു നല്ല കാര്യം കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു ഗ്രേസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി ഓരോരുത്തരുടെ നേച്ചറും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അവർ വളരെ വാലിഡേഷൻ സീക്ക് ചെയ്തിരുന്നോ? ഭയങ്കരമായിട്ട് സീക്ക് ചെയ്തിരുന്നു. പക്ഷെ അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് പതിയെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിൽ നിന്ന് കട്ടായി എന്ന് വെച്ചാൽ ഞാൻ പിന്നെ റിയലൈസ് ചെയ്തു അമ്മ വളർന്നു വന്ന സാഹചര്യത്തിൽ അമ്മയ്ക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. അമ്മയ്ക്ക് ആ ഒരു ഫിസിക്കൽ അഫെക്ഷൻ കാണിക്കാനോ ഒരു ഹഗ് ചെയ്യാനോ അങ്ങനെയൊന്നും അമ്മയ്ക്കും പപ്പയ്ക്കും അതില്ല. കാരണം അവർക്കത് കിട്ടിയിട്ടില്ലാത്തിടത്തോളം അതിന്റെ ഫീൽ അവർക്ക് അറിയില്ല. വീട്ടിലാകെ അങ്ങനെ ഒരു ഫിസിക്കൽ അഫെക്ഷൻ കാണിക്കുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ എവിടെ പോകുമ്പോഴും അവരെ ഹഗ് ചെയ്ത് കിസ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ ഞാൻ ചെന്നാലും ഞാൻ അങ്ങനെ ചെയ്യും. അപ്പൊ അവർക്ക് അത് എന്നിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. ഇപ്പോ അമ്മ അത് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു ഹഗ് നമുക്ക് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു എന്താ പറയാ, ഒരു സാധനം നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് ഇപ്പൊ അമ്മയ്ക്ക് അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ രണ്ട് എക്സ്ട്രീം ക്യാരക്ടേഴ്സ് ആണ്. സെലിൻ ഇതുപോലെ തന്നെയാണോ? ചേച്ചി ഒട്ടും ഇല്ലാത്ത ഒരാളാണ്. അതായത് അവരുടെ അതേ ഒരു പാത പിന്തുടരുന്ന ഒരാളാണ്. ചേച്ചിക്ക് ഈ പറഞ്ഞ പോലെ എന്നിൽ നിന്നാണ് കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു മാറ്റം വന്നേക്കുന്നത്. ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചേച്ചി ഹോം മേക്കർ ആണ്. അതുപോലെ തന്നെ ചേച്ചി കുറച്ച് കേക്ക് ബേക്കിംഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ. എറണാകുളത്ത് തന്നെ. ചേച്ചിക്ക് ഒരു മോനുണ്ട്. അവരങ്ങനെ സുഖമായിട്ട് അങ്ങനെ ജീവിക്കുന്നു. ഗ്രേസിന്റെ സ്വപ്നങ്ങൾ എന്താ? ഇനി ഇറ്റ്സ് അൺലിമിറ്റഡ്. എന്നാലും സ്വപ്നങ്ങൾ അങ്ങനെ എന്താ പറയുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു പീസ്ഫുൾ ലൈഫ് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം. പിന്നെ ഭയങ്കര നല്ലൊരു അധികം ആരുമില്ലാത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലത്തൊരു കുഞ്ഞ് വീട്, കുറച്ച് കൃഷികളൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ്, ഭയങ്കര ഇഷ്ടമാണ്. വീടിനുള്ളിൽ മുഴുവൻ നിങ്ങൾക്ക് ചെടികളാണ്. എന്റെ ചെടികളാണ്. കുറച്ചേ തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്പ്രേയും പിടിച്ച് രാവിലെ ഇറങ്ങും. അങ്ങനെ തന്നെയാണോ വീട്ടില്? ക്ലീനിങ്ങും അങ്ങനെ തന്നെയാണോ? അതായത് എന്റെ പപ്പ അമ്മയുള്ള വീട്ടില് ഞാൻ മേടിച്ച എല്ലാ കളക്ഷൻസും അവിടെയാണ്. നിങ്ങക്ക് മേടുണ്ടോ വീട്ടില്? ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല അല്ലേ? എല്ലാ ചെടികളും അവിടെയാണ്. രാവിലെ എഴുന്നേക്കും, ആ സ്പ്രേ ബോട്ടിലും കൊണ്ട് ഇറങ്ങും. TV തുടയ്ക്കുക, ടേബിൾ തുടയ്ക്കുക. ഇല്ല, എന്റെ ചെടികളുടെ ഇലകളൊക്കെ തുടയ്ക്കണം. ഞാൻ കണ്ടു. പിന്നെ ആ ബുദ്ധന്റെ പ്രതിമയൊക്കെ ഇരുന്ന് തുടയ്ക്കുന്നുണ്ട്. എല്ലാം തുടയ്ക്കണം, എന്നാലും അത് തിളങ്ങുള്ളൂ. അങ്ങനെ മിക്കവാറും ഇപ്പൊ വെളുക്കും. എന്റെ അതായത് എന്താ പറയാ, നമ്മള് വാങ്ങിക്കുന്നതിൽ നമുക്ക് റിഗ്രറ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. എനിക്ക് എന്റെ ചെടി കരിഞ്ഞു പോകണൊക്കെ ഭയങ്കര സ്നേഹം. ഇപ്പൊ വന്നപ്പോ നോട്ട് ചെയ്ത് എന്താന്ന് അറിയോ, ഇതിന്റെ ഇല കരിഞ്ഞിരിക്കുന്നു. ഞാൻ ചെയ്തു. ഇതിന്റെ 2-3 ഇല അവരോട് ചോദിച്ചറിയാം. ഞാൻ അത് വന്ന ദിവസം എടുത്ത് ഞാനിപ്പോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കിള്ളിപ്പറിച്ച് കളഞ്ഞാണ്. പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യും. ഞങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്യേണ്ട പുതിയ സിനിമാ വിശേഷങ്ങൾ പറയൂ. എല്ലാ വിശേഷവും പറഞ്ഞു. പുതിയ സിനിമാ വിശേഷം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു മമ്മൂക്ക പടം ചെയ്തിട്ടുണ്ട്, പദയാത്ര. അത് റിലീസുണ്ട് താമസിയാതെ. പിന്നെ ബിജു മേനോൻ ചേട്ടൻ്റെ അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് അതും താമസിയാതെ റിലീസുണ്ട്.
പിന്നെ മറ്റൊരു 3 പ്രോജക്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, 2 മലയാളം 1 തമിഴും. അത് പതിയെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിച്ചോട്ടെ. ഉം. ഒരു ഡാൻസർ ഗ്രേസ് ഉണ്ട്, ഉം. ഒരു ആക്ട്രസ് ഉണ്ട്, ഉം. കുറേ ഏരിയാസ് ഒരു ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗ്രേസ് ഉണ്ട്. ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ഗ്രേസ് ഇഷ്ടപ്പെടുന്ന ഗ്രേസ് ആരാ? ഇതെല്ലാം ചേർന്നാലേ ഞാനുള്ളൂ. ഉം. ഒന്നായിട്ട് എനിക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഉം. എല്ലാം എല്ലാം ഈ മൾട്ടി ടാലന്റഡ് ആകുമ്പോൾ ഞാൻ ഇത് ഒരിക്കൽ അഖിലോടും കൂടെ ചോദിച്ചതാ, ഉം. റിഗ്രറ്റ് തോന്നുന്നു, അയ്യോ എനിക്ക് അതങ്ങോട്ട് പറ്റുന്നില്ല, ഇതെനിക്ക് പറ്റുന്നില്ല, ഇല്ല. എല്ലാം കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരേ സമയം ഞാൻ എല്ലാം കൂടെ ചെയ്യില്ല. ഉം. ഒരേ സമയം ഒരു കാര്യത്തിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ അടുത്ത കാര്യത്തിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ എനിക്കതിൽ റിഗ്രറ്റ് ഇല്ല. തുടങ്ങിയ കാര്യം അവസാനിപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ഇപ്പം രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി തീർന്നില്ല, ഞാൻ അന്ന് ഫുള്ളിരിക്കും. അത് തീരണ വരെ ഞാൻ ഇരിക്കും. മറ്റൊരു ദിവസം രാവിലെ എങ്ങാനും ബാലൻസ് ഉണ്ടെങ്കിൽ അതുപോലെ ഇപ്പൊ എന്തെങ്കിലും ഡ്രൈ ആവാനോ അങ്ങനെ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണ്ണീറ്റ് ഓടുന്നത് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് അതായിരിക്കും. അങ്ങനെ എന്ത് കാര്യം എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇനി ചെയ്യാൻ ബാക്കി വെച്ചിരിക്കുന്ന ആ കാര്യം എന്താ? ഡയറക്ഷൻ അല്ലാതെ ഇനി സമയം കിട്ടുമ്പോൾ എനിക്ക് ഇതാണ് അടുത്തത് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരെണ്ണം ഒരു ഇത് കിട്ടൂലേ? എന്തോ ഇപ്പൊ മനസ്സിലേക്ക് വന്നു. ഇപ്പൊ പറയണ്ട, സർപ്രൈസ് ആണ് അല്ലേ? സർപ്രൈസ് ആയിട്ട് വരുമ്പോ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. എനിക്ക് ഒരുപാട് നേരം ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എന്നെ തന്നെ ഞാൻ അപ്പുറത്തിരുന്ന് കാണുന്ന പോലെ ഉണ്ട്. പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ ഇനിയും ഗ്രേസിനെ കാണാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. മേ യു ഒബ്സർവ് എവറിത്തിങ് അറൗണ്ട് യു, ക്യാപ്ചർ എവറിത്തിങ് അറൗണ്ട് യു. ഇപ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്താണെന്നറിയാമോ? ഇപ്പൊ നോർമലി നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഈ ഇന്റർവ്യൂവിന് ശേഷമുള്ളൊരു ഫേസ് ഉണ്ട്. അത് ആർക്കും അങ്ങനെ അറിയാത്തൊരു കാര്യമാണ്. അതായത് ഇന്റർവ്യൂ റിലീസ് ആയതിനു ശേഷം നമ്മുടെ ഇന്റർവ്യൂ വന്നിട്ട് പല അഭിപ്രായങ്ങൾ ആൾക്കാർ കമന്റ്സ് ആയിട്ടും ഒക്കെ ഇടുമല്ലോ. ഇത് തുടക്കത്തിൽ എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കില്ല കിട്ടുക. കാരണം ഇതിന്റെ ക്ലിപ്പ് ബൈറ്റുകളാണ് വെളിയിലേക്ക് വരുന്നത്. ഇതിന്റെ തുടക്കം ഉണ്ടാവില്ല, അവസാനം ഉണ്ടാവില്ല, നടുക്കത്തെ പോർഷൻ മാത്രമായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആയിരിക്കില്ല ആളുകളിലേക്ക് എത്തുക. അപ്പൊ ഇപ്പം ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, കമന്റ്സ് ആയിട്ടൊക്കെ രേഖപ്പെടുത്താം. ബട്ട് സ്റ്റിൽ അതിന്റെ തുടക്കം അവസാനം എന്താന്ന് കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നന്നായിരിക്കും എന്ന് എനിക്ക് പറയാൻ തോന്നി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രേസിന്റെ ഒരു ഡയറക്ഷനിൽ വരുന്ന വലിയ വലിയ പ്രോജക്ട്സ് ഒക്കെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് മലയാളത്തിൽ നിന്ന് ഒരുപാട് നടിമാരുണ്ട്, പക്ഷെ ഡയറക്ഷൻ ഫീൽഡിലൊക്കെ അവരവരുടെ അത്രയും എഫേർട്ട് എടുത്ത് ആ ഒരു മുന്നോട്ട് നിന്ന് അത് പ്രസന്റ് ചെയ്യുന്നവർ വളരെ കുറവാണ്. സോ വി വോണ്ട് ടു സീ യു ഇൻ ദാറ്റ് ഫേസ് ആസ് വെൽ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ബെസ്റ്റ്. Thank you. Thank you, Abby, for bringing her here.